വിനായക് ദാമോദർ സവർക്കർ ആ പേര് കേൾക്കുമ്പോൾ ബി.ജെ.പിക്ക് ഹിന്ദുത്വവാദികൾക്ക് വീർ സവർക്കർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ധീരനായകൻ. हम लोग तो एक बिंदु हैं सावरकर सिंधु की तरह थे. सावरकर में ऊंचाई भी थी और गहराई भी थी. മറുവശത്ത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വാദികൾക്ക് ദേശദ്രോഹി എന്ന് വിമർശിക്കപ്പെടുന്ന ഒരു ഭീരു. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ മുട്ടുമടക്കിയ ക്ഷമാപണ പത്രങ്ങൾ എഴുതിയ ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ നിഗൂഢമായ പശ്ചാത്തലത്തിൽ ഗോഡ്സെയോടൊപ്പം പേര് ചേർക്കപ്പെട്ട ഒരാൾ. രാഹുൽ ഗാന്ധി सोचता है मेरा नाम सावरकर नहीं है, मेरा नाम गांधी है. गांधी किसी से माफी नहीं मांगता. ആരാണ് യഥാർത്ഥത്തിൽ സവർക്കർ? ഒരു തന്ത്രശാലിയായ വിപ്ലവകാരിയോ അതോ കോൺഗ്രസ് ബ്രിട്ടീഷ് ഇസ്ലാം പ്രീണരുടെ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഇരയോ? സവർക്കർ ബ്രിട്ടീഷുകാരുടെ കാൽ നക്കിയോ? അദ്ദേഹത്തിന്റെ ക്ഷമാപണ പത്രങ്ങൾ ഒരു ഭീരുവിന്റെ കീഴടങ്ങളായിരുന്നോ? അതോ ആൻഡമാനിലെ കാലാപാനിയുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രജ്ഞന്റെ മാസ്റ്റർ പ്ലാനോ? ചരിത്രം മറച്ചുവെച്ച ഒരു രഹസ്യം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഭഗത് സിംഗിന്റെ ഹൃദയത്തിൽ അഗ്നി പടർത്തിയ, സുഭാഷ് ചന്ദ്രബോസിന്റെ INA പ്രചോദിപ്പിച്ച 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തെ വിപ്ലവം എന്ന് വിളിച്ച ഒരാൾ എങ്ങനെ ഇന്ന് വിവാദത്തിന്റെ കേന്ദ്രമായി? ആരാണ് സവർക്കറെ ദേശദ്രോഹി എന്ന് മുദ്രകുത്തിയത്? 12-ാം വയസ്സിൽ ഒരു മുസ്ലിം പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞു എന്ന് ആരോപിക്കപ്പെട്ട ഒരു ബാലൻ എങ്ങനെ 28-ാം വയസ്സിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി? ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ നിന്ന് വിപ്ലവത്തിന്റെ തീപ്പൊരികൾ വിതച്ച, ഇന്ത്യയുടെ ആദ്യ പതാക രൂപകൽപ്പന ചെയ്ത, കാലാപാനിയുടെ 7-11 അടിയുള്ള സെല്ലിൽ 6000-ലധികം കവിതകൾ എഴുതിയ ഒരാൾ എന്തുകൊണ്ട് ചരിത്രത്തിന്റെ പുറംതാളുകളിൽ മാത്രം ഒതുങ്ങി? ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ഇന്ത്യയുടെ ധീരപുത്രൻ എന്ന് വിളിച്ചിട്ടും എന്തുകൊണ്ട് ചിലർ അദ്ദേഹത്തെ ഗാന്ധിയുടെ കൊലയാളിയുടെ സഹായി എന്ന് വിളിക്കുന്നു? ഈ വൈരുദ്ധ്യത്തിന്റെ പിന്നിലെ സത്യം എന്താണ്? നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സവർക്കറിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ ദുരന്തങ്ങൾ, അഭിനവ് ഭാരതത്തിന്റെ രഹസ്യ വിപ്ലവം, ഹിന്ദുത്വത്തിന്റെ ദർശനം, ഗാന്ധിയുമായുള്ള വാദപ്രതിവാദങ്ങൾ. സവർക്കർ ഒരു തന്ത്രശാലിയായിരുന്നോ? നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹത്തിന്റെ ഹിന്ദുത്വം മുസ്ലിം വിരുദ്ധത ആയിരുന്നോ? അദ്ദേഹം ഗാന്ധിയുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളുടെ ചതിയുടെ നടുക്കുന്ന കാലം പറഞ്ഞ കഥകളാണ്. മെയ് 28 മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള ബഗൂർ ഗ്രാമത്തിൽ ഒരു മിതവാദി ചിത്പാവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സവർക്കർ ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ ബുദ്ധിശക്തിയും ദേശസ്നേഹത്തിന്റെ ആവേശവും സാഹിത്യ ചിന്തകളും പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന്റെ വിത്തുകൾ വിതച്ച ഒരു കാലഘട്ടമായിരുന്നു. സവർക്കറുടെ കുടുംബം ദേശഭക്തിയുടെ പാരമ്പര്യത്തിൽ വീരൂന്നിയതായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ദാമോദർ പന്ത് സാവർക്കർ ഒരു വിദ്യാസമ്പന്നനും ഗ്രാമത്തിലെ ഒരു പ്രമുഖ വ്യക്തിയുമായിരുന്നു. അമ്മ യമുനാഭായി മക്കളിൽ സാംസ്കാരികവും ആത്മീയവുമായ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സവർക്കറുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയത് 1897 പ്ലേഗ് മഹാമാരിയായിരുന്നു. ഈ ദുരന്തം സവർക്കറുടെ മാതാപിതാക്കളെ കവർന്നെടുത്തു. 9 വയസ്സുള്ള വിനായകിനെ അനാഥനാക്കി. ഈ ദുഃഖകരമായ സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഒപ്പം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു അനീതിയുടെ ബോധവും ഉണർത്തി. ബാല്യത്തിൽ തന്നെ സവർക്കർ ചരിത്രത്തോടും സാഹിത്യത്തോടും അഗാധമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മഹാഭാരതവും രാമായണവും പോലുള്ള ഇതിഹാസങ്ങൾ, ശിവാജി മഹാരാജ്, മഹാറാണ പ്രതാപ്, ബാജി പ്രഭു ദേശ്പാണ്ഡെ തുടങ്ങിയ മറാഠി വീരനായകരുടെ കഥകൾ അവന്റെ ഹൃദയത്തിൽ തീപ്പൊരി വിതച്ചു. മറാഠ നേതാക്കളുടെയും വീരഗാഥകൾ അവന്റെ ഭാവനയെ തീക്ഷ്ണമാക്കി. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ഗണേഷ് വിനായകിന്റെ ദേശസ്നേഹ മനോഭാവത്തെ പരിപോഷിപ്പിച്ചു. അക്കാലത്ത് മഹാരാഷ്ട്രയിൽ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ പതിവായിരുന്നു. 1894 യോല എന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ പന്നിയുടെ തല എറിഞ്ഞതായി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് സംഘർഷങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതിനോടുള്ള പ്രതികാരമായി ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പശുവിനെ കൊന്നതായും വാർത്തകൾ പരന്നു. ഈ സംഭവങ്ങൾ സവർക്കറിന്റെ മനസ്സിൽ ആഴത്തിലുള്ള വികാരങ്ങൾ ഉണർത്തി. അദ്ദേഹവും കൂട്ടുകാരും ചേർന്ന് ഭഗൂരിലെ ഒരു ഉപയോഗിക്കാത്ത പള്ളിയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. വൈകുന്നേരത്തോടെ സവർക്കറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കൗമാരക്കാർ കല്ലുകളും ചെറിയ ആയുധങ്ങളുമായി പള്ളിയിലേക്ക് നീങ്ങി. അവർ പള്ളിയുടെ ചില ഭാഗങ്ങൾ തകർത്തു. എന്നാൽ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു. ഈ സംഭവം പ്രാദേശിക മുസ്ലിം സമുദായത്തെ നടുക്കി. സ്കൂളുകളിലെ ഹിന്ദു മുസ്ലിം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടലിന് കാരണമായി.
സവർക്കറിന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു വിഭാഗം ഈ ഏറ്റുമുട്ടലിൽ മേൽക്കൈ നേടിയതായും ചരിത്രങ്ങൾ പറയുന്നു. ഈ സംഭവം സവർക്കറിന്റെ ആദ്യകാല ജീവിതത്തിലെ തീവ്രമായ ഹിന്ദു ദേശീയവാദ ചിന്താഗതിയുടെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ഒരു വശം മാത്രമാണ്. കാരണം പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുകയും ഹിന്ദുത്വ എന്ന ആശയം വികസിപ്പിക്കുകയും ചെയ്തു. വിക്രം സമ്പത്തിന്റെ സവർക്കർ എന്ന പുസ്തകത്തിൽ ഈ സംഭവങ്ങൾ കാണാൻ സാധിക്കും. 1897 ചാപ്പേക്കർ സഹോദരന്മാർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിച്ച സംഭവം വിനായകിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അന്ന് 14 വയസ്സ് മാത്രമുള്ള വിനായകർ തന്റെ കുടുംബത്തിന്റെ പരമ്പരാഗത ദേവതയായ അഷ്ടഭുജ ഭവാനി ദേവിയുടെ മുന്നിൽ ഒരു പ്രതിജ്ഞ എടുത്തു. എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഞാൻ സായുധ വിപ്ലവത്തിന്റെ പതാക ഉയർത്തും, ശത്രുവിനെ അവസാനമായി വധിക്കുന്നതുവരെ ഞാൻ മരിക്കില്ല. ഈ പ്രതിജ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദിശ നിശ്ചയിച്ചു. വിനായകിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനായ ഗണേഷ് ദാമോദർ സവർക്കർ ആയിരുന്നു. വർഷം 1899 16 വയസ്സുള്ളപ്പോൾ സവർക്കർ നാസിക്കിൽ തന്റെ സഹോദരനോടൊപ്പം മിത്രമേള എന്ന പേരിൽ ഒരു രഹസ്യ സംഘടന രൂപീകരിച്ചു. ഈ സംഘടനയുടെ ലക്ഷ്യം യുവാക്കളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ വിപ്ലവത്തിന് പ്രേരിപ്പിക്കുക എന്നതായിരുന്നു. അക്കാലത്ത് മഹാരാഷ്ട്രയിൽ ഇത്തരം മേളകൾ, അതായത് രഹസ്യ സമൂഹങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും മിത്രമേളയുടെ വ്യത്യാസം അതിന്റെ ദീർഘവീക്ഷണത്തിലും സംഘടനാ ശേഷിയിലുമായിരുന്നു. 1901 18-ാം വയസ്സിൽ സവർക്കർ ഫെർഗൂസൺ കോളേജിൽ ചേർന്നു. പൂനെയിലെ ഈ കലാലയം ദേശീയവാദികളുടെ ഒരു കേന്ദ്രമായിരുന്നു. ബാലഗംഗാധർ തിലകിന്റെ പ്രസംഗങ്ങളും രചനകളും സാവർക്കറെ വലിയ തോതിൽ സ്വാധീനിച്ചു. തിലകിന്റെ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം സവർക്കറുടെ മനസ്സിൽ തീപ്പൊരി വീണ പോലെ പ്രവർത്തിച്ചു. അവൻ കവിതകൾ എഴുതി, പ്രസംഗങ്ങൾ നടത്തി, യുവാക്കളെ ബ്രിട്ടീഷ് അടിമത്തത്തിനെതിരെ അണിനിരത്തി. കോളേജിൽ അവൻ തന്റെ സുഹൃത്തുക്കളെ ശിവാജി മഹാരാജിനെ പോലുള്ള ചരിത്ര നായകരുടെ കഥകളിലൂടെയും ഗാനങ്ങളിലൂടെയും ദേശഭക്തി ഉണർത്തി. മിത്രമേള യോഗങ്ങളിൽ യുവാക്കൾ രഹസ്യമായി ഒത്തുകൂടി ബ്രിട്ടീഷ് ഭരണത്തിന്റെ അനീതികൾ ചർച്ച ചെയ്യുകയും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന്റെ മാർഗങ്ങൾ ആലോചിക്കുകയും ചെയ്തു. ഈ സംഘടനയിൽ ഗണേഷ് സവർക്കറും സജീവമായി പങ്കെടുത്തിരുന്നു. അത് സഹോദരന്മാർ ഒരുമിച്ച് വിപ്ലവത്തിന്റെ അടിത്തറ പാകി. അങ്ങനെ 1904 മിത്രമേളയെ വിനായക സവർക്കർ അഭിനവ് ഭാരത്, അതായത് യങ് ഇന്ത്യ സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. മഹാരാഷ്ട്രയിലെ വിവിധ പട്ടണങ്ങളിൽ നിന്നുള്ള 200-ലധികം അംഗങ്ങൾ പങ്കെടുത്ത ഒരു യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. ഇറ്റാലിയൻ വിപ്ലവകാരിയായ ജുസപ്പെ മസ്സിനിയുടെ യങ് ഇറ്റലി സംഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പേര് തിരഞ്ഞെടുക്കുന്നത്. അഭിനവ് ഭാരതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് പൂർണ്ണവും സമ്പൂർണവുമായ സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു. അതിന് സായുധ വിപ്ലവം അനിവാര്യമാണെന്ന് സവർക്കർ വിശ്വസിച്ചു. സംഘടന വേഗത്തിൽ വളർന്നു. മഹാരാഷ്ട്രയിലെ ജൂനാർ, ബോംബെ, സത്താര, നാഗ്പൂർ, ഷോലാപൂർ, ധൂലെ, കോലാപൂർ, ഇൻഡോർ, ഗ്വാളിയർ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ശാഖകൾ രൂപീകരിച്ചു. 1906 ശ്യാംജി കൃഷ്ണവർമ്മയുടെ സ്കോളർഷിപ്പോടെ സവർക്കർ ലണ്ടനിലെ ബേസിനിലെ ഇന്ത്യ ഹൗസിലെത്തി. അവിടെ ഭിഖാജി കാമ, ലാല ഹർദയാൽ തുടങ്ങിയ വിപ്ലവകാരികളോടൊപ്പം ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. ശ്യാമജി കൃഷ്ണവർമ്മയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യ ഹൗസ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. സാവർക്കർ ഇവിടെ ഫ്രീ ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കുകയും 1907 1857 ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതി. 1857 കലാപത്തെ ആദ്യ സ്വാതന്ത്ര്യ സമരം അഥവാ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഈ പുസ്തകം ബ്രിട്ടീഷുകാർ നിരോധിച്ചു. എന്നാൽ നെതർലൻഡ്സിൽ നിന്ന് രഹസ്യമായി ഇന്ത്യയിലേക്ക് കടത്തി. അതോടൊപ്പം തന്നെ സവർക്കർ ബഹദൂർ ഷാ സഫറിനെ പുകഴ്ത്തി പറഞ്ഞിട്ടും കൂടി ഉള്ളതിനാൽ അദ്ദേഹം മുസ്ലിം വിരോധിയാണ് എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. 1907 മാനം കാമയോടൊപ്പം ഇന്ത്യയുടെ ആദ്യ പതാക രൂപകൽപ്പന ചെയ്തതും സവർക്കറിന്റെ ദേശീയത ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്ന കാര്യമാണ്. സവർക്കർ നിയമ പഠനത്തിനായി ലണ്ടനിലേക്ക് പോയപ്പോൾ അഭിനവ് ഭാരത് ലണ്ടനിലും ശാഖകൾ സ്ഥാപിച്ചു. 1906 ലണ്ടനിൽ വെച്ച് സവർക്കർ മസിനിയുടെ രചനകൾ മറാഠിയിലേക്ക് വിവർത്തനം ചെയ്ത് മസിനി ചരിത്രം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. 25 പേജുള്ള ഒരു ആമുഖത്തോടെ മസിനിയുടെ രഹസ്യ സമൂഹങ്ങളുടെയും ഗറില്ല യുദ്ധ തന്ത്രങ്ങളുടെയും പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചു. ഈ പുസ്തകം യുവാക്കളെ വിപ്ലവത്തിന് പ്രചോദിപ്പിക്കുന്നതിൽ നിർണായകമായി. സവർക്കറുടെ പ്രചാരണങ്ങൾ ഫലം കണ്ടു. 1909 അഭിനവ് ഭാരത് അംഗമായ മദൻലാൽ ധിംഗ്ര ലണ്ടനിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ വില്യം കാഴ്സൺ വൈലിയെ വധിച്ചു. അതേ വർഷം മറ്റൊരു അംഗമായ അനന്ത് ലക്ഷ്മൺ കന്നേർ നാസിക്കിലെ കളക്ടർ AMD ജാക്സനെ വധിച്ചു.
ഈ സംഭവങ്ങൾ നാസി ഗൂഢാലോചന കേസ് എന്ന പേര് നേടി. അഭിനവ് ഭാരതിന്റെ നേതൃത്വത്തിൽ സവർക്കർ സഹോദരന്മാർ കുറ്റാരോപിതരായി. AMD ജാക്സനെ അനന്ത് ലക്ഷ്മൺ കന്നേർ വധിച്ചപ്പോൾ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ബ്രൗണിംഗ് പിസ്റ്റൾ സാവർക്കർ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയച്ച 20 തോക്കുകളിൽ ഒന്നാണെന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തി. 1910 മാർച്ച് 13 ലണ്ടനിൽ വെച്ച് സാവർക്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇവയായിരുന്നു: ആയുധങ്ങളുടെ വിതരണവും ഗൂഢാലോചനയും, 20 ബ്രൗണിംഗ് പിസ്റ്റളുകൾ ഇന്ത്യയിലേക്ക് കടത്തിയതിന്റെ തെളിവുകൾ, രണ്ടാമത്തത് രാജ്യദ്രോഹ പ്രസംഗങ്ങൾ, അതായത് ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ നടത്തിയ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടത്തിയ വിപ്ലവ പ്രസംഗങ്ങൾ, മൂന്നാമത് നാസി കളക്ടറുടെ കൊലപാതകത്തിന് പ്രേരണ, ജാക്സന്റെ വധത്തിന് സാവർക്കർ പ്രചോദനമായെന്ന് ബ്രിട്ടീഷ് അധികൃതർ ആരോപിച്ചു, നാലാമത്തത് രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം IPC 121A രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെട്ടു. 1910 സാവർക്കർ പാരീസിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വാറന്റ് ലണ്ടനിൽ പുറപ്പെടുവിച്ചു. എങ്കിലും അദ്ദേഹം ലണ്ടനിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. തന്റെ അനുയായികളുടെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി ലണ്ടനിലെത്തിയ ഉടൻ 1910 മാർച്ച് 13 അദ്ദേഹത്തെ ബ്രിക്സൺ ജയിലിൽ തടവിലാക്കി. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. 1910 ജൂലൈ 1 SS മോറിയ എന്ന കപ്പലിൽ സാവർക്കറെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മാർസൈലിലെ തുറമുഖത്ത് കപ്പൽ നങ്കൂരമിട്ടപ്പോൾ അദ്ദേഹം ഒരു ധീരമായ രക്ഷപ്പെടൽ ശ്രമം നടത്തി. കപ്പലിന്റെ ശുചിമുറിയിലെ ഒരു ചെറിയ ജനാലയിലൂടെ കടലിലേക്ക് ചാടി ഫ്രഞ്ച് തീരത്തേക്ക് നീന്തി രാഷ്ട്രീയ അഭയം തേടാൻ ശ്രമിച്ചു. എന്നാൽ ഫ്രഞ്ച് അധികൃതർ ബ്രിട്ടീഷുകാരുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ വീണ്ടും ബ്രിട്ടീഷുകാർക്ക് കൈമാറി. ഈ രക്ഷപ്പെടൽ ശ്രമം അന്താരാഷ്ട്ര തലത്തിൽ വിവാദമായി. ഫ്രാൻസ് സാവർക്കറെ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഹേഗിലെ അന്താരാഷ്ട്ര ട്രിബ്യൂണൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി വിധിച്ചു. അറസ്റ്റിൽ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നെങ്കിലും സാവർക്കറെ തിരികെ നൽകേണ്ടതില്ലെന്ന് നിരീക്ഷിച്ചു. 1910 ജൂലൈ 22 സവർക്കറിനെ ബോംബെയിൽ എത്തിച്ച ഉടൻ ഏർവാഡ സെൻട്രൽ ജയിലിലേക്ക് മാറ്റപ്പെട്ടു. 1910 സെപ്റ്റംബർ 10 ഒരു പ്രത്യേക ട്രിബ്യൂണലിന് മുമ്പാകെ അദ്ദേഹത്തിന്റെ വിചാരണ ആരംഭിച്ചു. 2 പ്രധാന ആരോപണങ്ങൾക്ക് അദ്ദേഹം വിധേയമായി. ഒന്നാമത് നാസി കളക്ടർ ജാക്സന്റെ കൊലപാതകത്തിനുണ്ടായ പ്രേരണ. കന്നേർ ഉപയോഗിച്ച തോക്ക് സാവർക്കർ അയച്ചതാണെന്ന് ആരോപിക്കപ്പെട്ടു. 2 രാജാവിനെതിരെ നടത്തിയ ഗൂഢാലോചന. ഇന്ത്യ ഹൗസിലെ പ്രവർത്തനങ്ങളും വിപ്ലവ പ്രസംഗങ്ങളും ഇവയ്ക്കായിരുന്നു പ്രധാന ഗൂഢാലോചന. 1911 28-ാം വയസ്സിൽ സാവർക്കർക്ക് 50 വർഷത്തെ ഇരട്ട ആജീവനാന്ത കഠിന തടവ് വിധിക്കപ്പെട്ടു. 1911 ജൂലൈ 4 അദ്ദേഹത്തെ ആൻഡമാൻ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിലേക്ക്, അതായത് കാലാപാനിയിലേക്ക് നാടുകടത്തി. എന്താണ് കാലാപാനി? അതായത് ആൻഡമാൻ നിക്കോബാറിലെ ബ്രിട്ടീഷ് ജയിൽ. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് ജയിലല്ല, നരകം തന്നെയായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പോർട്ട് ബ്ലെയറിൽ സ്ഥിതി ചെയ്യുന്ന സെല്ലുലാർ ജയിൽ കാലാപാനി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തടവുകാർക്ക് കറുത്ത വെള്ളത്തിന്റെ യാതനകൾ നൽകുന്ന ഒരു ഭീകര സ്ഥലമായിരുന്നു. 1896-906 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ജയിൽ 1857 സിപ്പോയി ലഹളയ്ക്ക് ശേഷം രാഷ്ട്രീയ തടവുകാരെ നാടുകടത്താനായി രൂപകൽപ്പന ചെയ്തതാണ്. 7 ഭാഗങ്ങളുള്ള നക്ഷത്രാകൃതിയിലുള്ള ഈ ജയിലിന്റെ ഓരോ ഭാഗത്തും 693 ഒറ്റപ്പെട്ട സെല്ലുകൾ ഉണ്ടായിരുന്നു. ഓരോന്നും 4.5 മീറ്റർ നീളവും 2.5 മീറ്റർ വലിപ്പവും ഉള്ളവയായിരുന്നു. കാലാപാനി എന്ന പേര് സാമൂഹികമായും സാംസ്കാരികമായും ഒരു വിലക്കിന്റെ പ്രതീകമായിരുന്നു. സമുദ്രം കടക്കുന്നത് ഹിന്ദു പാരമ്പര്യമനുസരിച്ച് ജാതി നഷ്ടപ്പെടുത്തുന്നതായി കരുതിയിരുന്നു. ഇത് തടവുകാർക്ക് മാനസികമായി കൂടുതൽ വേദനാജനകമാക്കി. സെല്ലുലാർ ജയിലിൽ സാവർക്കർ ശാരീരികവും മാനസികവുമായ ക്രൂരമായ യാതനകൾക്ക് വിധേയമായി. ഈ യാതനകൾ ബ്രിട്ടീഷ് അധികൃതർ തടവുകാരുടെ ആത്മാഭിമാനവും വിപ്ലവ ചൈതന്യവും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളവയായിരുന്നു. അവിടുത്തെ ശിക്ഷാ നടപടികൾ എന്തായിരുന്നെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് ശാരീരിക യാതനകൾ. സാവർക്കർ മറ്റ് തടവുകാരെ പോലെ കനത്ത ശൃംഖലകളിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. ജയിൽ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടാൽ തടവുകാർക്ക് ജാട്ടവാറടി ലഭിച്ചിരുന്നു. തടവുകാർക്ക് എണ്ണച്ചക്രം, അതായത് കോല് തിരിക്കൽ, വനം വെട്ടൽ, കല്ലു പൊട്ടിക്കൽ തുടങ്ങിയ ശക്തമായ ജോലികൾ നൽകപ്പെട്ടു. സാവർക്കർ ദിവസവും 100 കിലോഗ്രാം കൊപ്ര, അതായത് വറ്റൽ തേങ്ങ അരയ്ക്കാൻ നിർബന്ധിതരായിരുന്നു. ഇത് ശാരീരികമായി തളർത്തുന്നതായിരുന്നു. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ചണവസ്ത്രങ്ങൾ ധരിക്കേണ്ടി വന്നു. ഇത് ചർമ്മത്തെ നിരന്തരം ഉരസുകയും വേദന ഉണ്ടാക്കുകയും ചെയ്തു. സെല്ലുലാർ ജയിലിന്റെ ഓരോ സെല്ലും ഒറ്റപ്പെട്ടതായിരുന്നു. തടവുകാർക്ക് മറ്റുള്ളവരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാവർക്കർ 6 മാസത്തെ ഏകാന്ത തടവിന് വിധേയനായി. He was handcuffed and kept standing for 7 days because a note from another prisoner was found in his cell. മുസ്ലിം ജയിൽ വാർഡന്മാർ ഹിന്ദു തടവുകാരെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു.
സാവർക്കർ ഇതിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും ഒരു തടവുകാരന് എന്ത് ചെയ്യാനാകുമെന്ന് അദ്ദേഹം വേദനയോടെ വിതുമ്പിയിരുന്നു. തടവുകാർക്ക് പുഴുവരിച്ച ഭക്ഷണം മാത്രമാണ് ലഭിച്ചിരുന്നത്. ഇത് രോഗങ്ങൾക്ക് കാരണമായി. മലേറിയ പോലുള്ള രോഗങ്ങൾ സെല്ലുലാർ ജയിലിൽ സാധാരണമായിരുന്നു. പല തടവുകാരും രോഗം ബാധിച്ച് മരിക്കുക വരെ ഉണ്ടായി. ജയിലിന്റെ മധ്യഭാഗത്തുള്ള വാച്ച് ടവറിൽ തടവുകാർ 24 മണിക്കൂറും നിരീക്ഷിക്കപ്പെട്ടു. ശുചിമുറി ഉപയോഗിക്കാൻ പോലും കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. ഈ യാതനകൾക്കിടയിലും സവർക്കർ തന്റെ വിപ്ലവ ചൈതന്യം നഷ്ടപ്പെടുത്തിയില്ല. ജയിലിൽ പേനയും കടലാസും നിഷേധിക്കപ്പെട്ടപ്പോൾ സാവർക്കർ തന്റെ കാവ്യമായ കമലകാവ്യ, അതായത് 6000-ലധികം കവിതകൾ ജയിൽ മതിലുകളിൽ എഴുതി. ജയിൽ വാർഡൻ ഡേവിഡ് ബാരി ചുവരുകൾ വെള്ളപൂശിയപ്പോൾ സവർക്കർ കവിതകൾ മനപ്പാഠം പഠിച്ചു. സവർക്കർ ജയിലിൽ ഒരു ലൈബ്രറി സ്ഥാപിക്കാൻ ശ്രമിച്ചു. തടവുകാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശ്രമിച്ചു. മതപരിവർത്തനത്തിനെതിരെ പ്രതിഷേധം. ഹിന്ദു തടവുകാരെ മുസ്ലിം ജയിൽ വാർഡന്മാർ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സാവർക്കർ ഇതിനെതിരെ ശബ്ദമുയർത്തി. ഇനിയാണ് കഥ മാറുന്നത്. ഇന്ന് പലരും വിമർശിക്കുന്ന സാവർക്കർ കഥ ഇനിയാണ് തുടങ്ങുന്നത്. 1911 ഓഗസ്റ്റ് 30 സെല്ലുലാർ ജയിലിലെത്തി 1 മാസത്തിനുള്ളിൽ സാവർക്കർ തന്റെ ആദ്യ ക്ഷമാപണ ഹർജി സമർപ്പിച്ചു. 1913 നവംബർ 14 ഗവർണർ ജനറലിന്റെ കൗൺസിൽ അംഗമായ സർ റെജിനാൾഡ് ക്രോഡോക്കിന് നേരിട്ട് ഒരു ഹർജി നൽകി. ഈ ഹർജികളിൽ അദ്ദേഹം തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ബ്രിട്ടീഷ് ഭരണത്തോട് സഹകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ഈ ഹർജികൾ വിവാദമായി. ചിലർ ഇതിനെ ഭീരുത്വമായി വ്യാഖ്യാനിച്ചു. എന്നാൽ ചില ചരിത്രകാരന്മാർ വാദിക്കുന്നത് ഈ ഹർജികൾ ഒരു തന്ത്രമായിരുന്നു. സവർക്കർ മറ്റു തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ജയിൽ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയും ശ്രമിച്ചിരുന്നു എന്നാണ്. 1919 ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് 5 റോയൽ പ്രഖ്യാപന പ്രകാരം പല രാഷ്ട്രീയ തടവുകാർക്കും മാപ്പ് ലഭിച്ചെങ്കിലും സവർക്കർ ഉൾപ്പെടെ ചിലർക്ക് ഇത് നിഷേധിക്കപ്പെട്ടു. കാരണം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഏറ്റവും അപകടകാരിയായ വിപ്ലവകാരി എന്ന് കണ്ടു. 1921 മെയ് മാസത്തിൽ സെല്ലുലാർ ജയിൽ അടച്ചുപൂട്ടാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചപ്പോൾ സാവർക്കറെ രത്നഗിരി ജയിലിലേക്ക് മാറ്റി. എന്നാൽ അവിടെ ആൻഡമാനിൽ ലഭിച്ചിരുന്ന ചില അവകാശങ്ങൾ, അതായത് ലൈബ്രറി വിദ്യാഭ്യാസം, നിഷേധിക്കപ്പെട്ടു. ഇത് അദ്ദേഹത്തെ വീണ്ടും നിരാശനാക്കി. 1924 ജനുവരിയിൽ, അതായത് നീണ്ട 13 വർഷങ്ങൾ ജയിൽ നരകയാതന അനുഭവിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ സാവർക്കറെ മോചിപ്പിച്ചു. പക്ഷേ കർശനമായ വ്യവസ്ഥകളോടെ അദ്ദേഹം രത്നഗിരി ജില്ലയിലെ മാത്രമേ താമസിക്കാവൂ എന്ന കണ്ടീഷൻ വെച്ചിരുന്നു. മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും താക്കീതുണ്ടായിരുന്നു. 1937 ഈ നിയന്ത്രണങ്ങൾ പിൻവലിച്ചപ്പോൾ സാവർക്കർ വീണ്ടും ഹിന്ദു രാഷ്ട്രീയ സാമൂഹിക ഐക്യത്തിനായി പ്രവർത്തനം ആരംഭിച്ചു. സാവർക്കറിന്റെ ഏറ്റവും വിവാദപരമായ വിഷയമാണ് അദ്ദേഹത്തിന്റെ ക്ഷമാപണ പത്രങ്ങൾ. 1913 മുതൽ 1920 വരെ അദ്ദേഹം 5 ക്ഷമാപണ പത്രങ്ങൾ എഴുതി. ബ്രിട്ടീഷ് പൗരനാകാൻ തയ്യാറാണ് എന്നും യുവർ ഒബീഡിയന്റ് സെർവന്റ് എന്നും എഴുതിയത് ഇന്നും എതിർ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കത്തുകൾ ഒരു നിയമ ഫോർമാറ്റിന്റെ ഭാഗമായിരുന്നു. ഇത് 1-ാം ലോക മഹായുദ്ധ സമയത്ത് പല രാഷ്ട്രീയ തടവുകാരും ഉപയോഗിച്ചിരുന്ന ഒരു രീതിയായിരുന്നു. ശ്രീപദ് അമൃത് ഭാംഗെ, സച്ചിന്ദ്രനാഥ് സന്യ തുടങ്ങിയവരും സമാനമായ കത്തുകൾ എഴുതിയിരുന്നു. എന്നാൽ പുറത്തിറങ്ങിയ ശേഷം വിപ്ലവ പ്രവർത്തനങ്ങൾ തുടർന്നു. 1918 കത്തിൽ സാവർക്കർ മറ്റു തടവുകാരുടെ മോചനത്തിനായി തന്റെ പേര് ഒഴിവാക്കാൻ പോലും തയ്യാറാണെന്ന് എഴുതി. ഇത് അദ്ദേഹത്തിന്റെ ദേശസ്നേഹം വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ഗാന്ധി 1920 സാവർക്കർ സഹോദരന്മാർക്കായി ഒരു പെറ്റീഷൻ അവരെ ധീരന്മാരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതുക വരെ ഉണ്ടായി. 1924 സാവർക്കർ രത്നഗിരിയിലേക്ക് മാറ്റപ്പെട്ടു. 1937 വരെ ജയിലിലോ ഗൃഹനിരോധനത്തിലോ കഴിഞ്ഞു. ഇവിടെ അദ്ദേഹം ഹിന്ദുത്വ എന്ന ആശയം വികസിപ്പിച്ചു. ഇത് മതത്തെക്കാൾ ഒരു സാംസ്കാരിക ദേശീയ ഐഡന്റിറ്റിയായി നിർവചിച്ചു. സവർക്കറിന്റെ ഹിന്ദുത്വം സിന്ധു മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഭൂമിയെ പിതൃഭൂമിയും പുണ്യഭൂമിയുമായി കാണുന്നവരെ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അല്ലാതെ ഹിന്ദു മതക്കാർ മാത്രം എന്നല്ല. ഗാന്ധിയുടെ ഹരിജന പ്രസ്ഥാനത്തിന് മുമ്പേ 1931 രത്നഗിരിയിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനമുള്ള പതിത് പാവൻ ക്ഷേത്രം സവർക്കർ തുറന്നു. വർഗീയതയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച അദ്ദേഹം 1927 ഗാന്ധിയോട് ഇക്കാര്യത്തിൽ വാദപ്രതിവാദം വരെ നടത്തിയിരുന്നു. आपने रत्नागिरी में हरिजन उद्धार का जो काम किया वो बहुत प्रशंसनीय है। हरिजन? हाँ, मेरे विचार से शूद्र शब्द का इस्तेमाल हमें नहीं करना चाहिए. उसकी जगह हरिजन कहना ठीक है. हरिजन तो हम सभी हैं. आप जिन्हें हरिजन कह रहे हैं वे शोषित हैं, पीड़ित हैं. मेरे विचार में जिस जाति व्यवस्था, कास्ट सिस्टम ने उन्हें इस दशा में लाया है उसे समाप्त कर देना चाहिए. नहीं नहीं, ऐसा करने से तो उलझनें बढ़ेंगी. कास्ट सिस्टम में मेरा पूरा विश्वास है.
वो हिंदू धर्म से अलग नहीं है। 4 वर्णों में विभाजित ये व्यवस्था हिंदू धर्म का आधार है, वो नेचुरल है और जरूरी भी। 1948 ഗാന്ധിയുടെ കൊലപാതകത്തിൽ സാവർക്കറിന് പങ്കുണ്ടെന്ന ആരോപണം വലിയ വിവാദമാണ്. 1948 റെഡ് ഫോർട്ട് വിചാരണയിൽ സാവർക്കറിനെതിരെ തെളിവുകളില്ലാത്തതിനാൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. 1969 കപൂർ കമ്മീഷനും 2018 പൊതു താൽപര്യ ഹർജിയും ഈ വിധി ശരിവെച്ചു. ഗോഡ്സെയുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ടെങ്കിലും തെളിവുകളുടെ അഭാവം കാരണം ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. 1980 ഇന്ദിരാഗാന്ധി സർക്കാർ സവർക്കറിന്റെ പേര് പോസ്റ്റേജ് സ്റ്റാമ്പിൽ ആദരിച്ചു. ഇന്ദിരാഗാന്ധി സിന്ദാബാദ് സിന്ദാബാദ് എന്ന ഡോക്യുമെന്ററി നിർമ്മിക്കുകയും സവർക്കർ മെമ്മോറിയലിന് പണം സംഭാവന ചെയ്യുകയും ചെയ്തു. എന്നാൽ 2003 പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സാവർക്കറിന്റെ ചിത്രം സ്ഥാപിച്ചപ്പോൾ കോൺഗ്രസ് അതിനെ ബഹിഷ്കരിച്ചത് രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ ചരിത്രബോധം ഇല്ലായ്മയുടെ ഭാഗമായി വിലയിരുത്തപ്പെടേണ്ടവയാണ്. ഇതേ കോൺഗ്രസുകാർ തന്നെയാണ് സവർക്കറിന്റെ ക്ഷമാപണ കത്തുകളെ, ദയാഹർജികളെ ബ്രിട്ടീഷ് ഷൂ നക്കി എന്ന് വിളിച്ച് കളിയാക്കുന്നത്. സത്യത്തിൽ ഷൂ നക്കി എന്നത് മൂട് താങ്ങി ഉളുപ്പില്ലാത്തവൻ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഒരു വിശേഷണം മാത്രമാണ്. ദയാഹർജികളെ ഷൂ നക്കൽ ആയി വ്യാഖ്യാനിച്ച കോൺഗ്രസുകാരാണ് യഥാർത്ഥത്തിൽ ചില ചരിത്രങ്ങൾ പഠിക്കേണ്ടത്. സത്യത്തിൽ പച്ച തുണി നക്കി, കുട്ടികളുടെ തുണി പൊക്കി നോക്കി എന്ന് ഗാന്ധിയെയും ബ്രിട്ടീഷ് പാവാട തൂങ്ങി നടന്നവനെന്ന് നെഹ്റുവിനെ അല്ലേ വിളിക്കേണ്ടത്? എന്തുകൊണ്ട് സവർക്കർ വിവാദമായി? സവർക്കറിന്റെ ഹിന്ദുത്വ ആശയം ഒരു സാംസ്കാരിക ഐഡന്റിറ്റിയായി നിർവചിക്കപ്പെട്ടെങ്കിലും ചില രാഷ്ട്രീയ ഗ്രൂപ്പുകൾ അതിനെ മതപരമായ ധ്രുവീകരണത്തിന് ഉപയോഗിച്ചു. ഇത് ഇടതുപക്ഷ ലിബറൽ ഗ്രൂപ്പുകൾക്കിടയിൽ അദ്ദേഹത്തെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ കാരണമായി. ക്ഷമാപണ പത്രങ്ങൾ സവർക്കറിന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ ഈ പത്രങ്ങൾ ഒരു തന്ത്രമായിരുന്നുവെന്നും പുറത്തിറങ്ങി വിപ്ലവം തുടരാൻ ശ്രമിച്ചുവെന്നും ചരിത്രകാരന്മാർ വാദിക്കുന്നു. ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും സവർക്കറിന്റെ 1857 പുസ്തകം പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രചോദനാത്മക പങ്കിനെ സൂചിപ്പിക്കുന്നതാണ്. ചരിത്രം എഴുതപ്പെട്ടത് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അഹിംസാത്മക പോരാട്ടത്തിന് മുൻഗണന നൽകിയത് മാത്രമല്ല, ബോസ്, പട്ടേൽ, ഭഗത് സിംഗ്, സവർക്കർ തുടങ്ങിയവരുടെ സായുധ വിപ്ലവ പാത ഔദ്യോഗിക ചരിത്രത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ടു. ഭഗത് സിംഗിന്റെ HSRA സവർക്കറിന്റെ പുസ്തകം 1928 പുനർപ്രസിദ്ധീകരിച്ചു. നേതാജി ബോസിന്റെ INAയും ഇത് പ്രചരിപ്പിച്ചു. സവർക്കറിന്റെ ഹിന്ദുത്വ ആശയം വലതുപക്ഷ ഗ്രൂപ്പുകൾ ഉയർത്തിക്കാട്ടുമ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും ഇത് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ദാസനായി ചിത്രീകരിച്ചു. ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ചരിത്രത്തിന്റെ തെറ്റായ വ്യാഖ്യാനത്തിന് കാരണമായി. അദ്ദേഹത്തിന്റെ ഹിന്ദുത്വം ജാതി വ്യവസ്ഥയെയും വംശീയതയെയും എതിർത്തു. അദ്ദേഹത്തിന്റെ വിപ്ലവം യുവാക്കളെ പ്രചോദിപ്പിച്ചു. സവർക്കർ ബ്രിട്ടീഷുകാരുടെ കാൽ നക്കിയോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ഞാൻ തരാം. ഒരിക്കലുമില്ല. സാവർക്കർ ഒരു ദേശദ്രോഹിയോ? ചരിത്രം പറയുന്നു അദ്ദേഹം ഒരു ധീരനായിരുന്നു. ഭഗത് സിംഗിന്റെയും ബോസിന്റെയും പ്രചോദനം സവർക്കർ ആയിരുന്നു. ചരിത്രം വളച്ചൊടിക്കപ്പെട്ടതാണ്. ഒടിച്ചതും വളച്ചതും എല്ലാം കോൺഗ്രസുകാരും. ഇസ്ലാമിനെതിരെ വീഡിയോ ഇട്ടപ്പോൾ നീയൊക്കെ സവർക്കറിനെ പോലെ ഷൂ നക്കികളാണോ എന്ന് ചില അന്താരാഷ്ട്ര സമാധാന പ്രിയർ ചോദിച്ചു. ഷൂ നക്കി എന്ന് നിങ്ങൾ സവർക്കറിനെ വിളിക്കുമെങ്കിൽ ഞാൻ ഗാന്ധിയെ കാമഭ്രാന്തനെന്നും വംശീയ വർഗീയവാദി എന്നും പീഡോഫൈൽ എന്നും പ്രീണനവീരൻ എന്നും വിളിക്കട്ടെ. ആരാണ് സവർക്കർ എന്നും സവർക്കർ ഷൂ നക്കിയോ എന്നും അറിയാത്ത വല്ലവരും പറഞ്ഞു കേട്ട വായ്ത്താളമാണ് ഇന്നും ചില രാഷ്ട്രീയ അണികളുടെ കമന്റ് വാക്യങ്ങൾ. അങ്ങനെയാണല്ലോ ഇപ്പോൾ ജർമ്മൻ പട്ടി പോലും കുറിക്കുന്നത്. ബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ സേനാനികൾ നടത്തിയ 100-1 പോലും ചെയ്യാത്ത വെറും അഹിംസാ സമരം എന്ന നാടകം കളിച്ച് ബ്രിട്ടീഷുകാർക്കും ജിന്നയ്ക്കും കാല് നക്കിക്കൊടുത്ത ഗാന്ധിയെ മഹാത്മാവാക്കിയതും രാഷ്ട്രപിതാവാക്കിയതും കറൻസിയിൽ പടം വെച്ചതും കോൺഗ്രസുകാർ എഴുതിയ കഥയുടെ ഭാഗമായതുകൊണ്ടാണ്. ലേഡി മൗണ്ട് ബാറ്റന്റെ പാവാട പൊങ്ങി നടന്ന നെഹ്റുവും മറ്റൊരു കള്ളനാണ്. ഈ കള്ളന്മാരാണ് ഈ ചരിത്രം അവനവന്റെ ഇഷ്ടത്തിന് എഴുതി ഇന്നും കുട്ടികൾക്ക് പഠിക്കാൻ കിട്ടുകൊടുക്കുന്നത്. എനിക്കറിയാം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ സംഖ്യ എന്ന് വിളിക്കുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾ. വിളിച്ചോളൂ. എന്നെ ജിഹാദി എന്ന് വിളിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്നെ സംഖ്യ എന്ന് വിളിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.